ഗുരുക്കന്മാർ സാധാരണ പറയാറുണ്ട്, ഒരാളുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, എത്രമാത്രം നീ സ്നേഹിച്ചു. രണ്ടാമത്തത്, എത്ര കുലീനമായി നീ ജീവിച്ചു. മൂന്നാമത്തത്, നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ എത്ര നിർമ്മമതയോടെ നീ ഉപേക്ഷിച്ചു. ലവ്, ലീവ് ആൻഡ് ലീവ്. സ്നേഹം, ജീവിതം, ഉപേക്ഷ. ഇതിൽ മൂന്നാമത്തെ കാര്യം, ഉപേക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ജീവിത ലക്ഷ്യവുമായിട്ട് നീങ്ങുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ പലതും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഞാനൊക്കെ ഈ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളൊരു കൊച്ചു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ പല്ലിയെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഈ പല്ലി ഈ വാതിലിൻ്റെ ഇടയിലൂടെയൊക്കെ നീങ്ങി ഓടിപ്പോകുമ്പോൾ പലപ്പോഴും ഈ വാതിലിൻ്റെ ഇടയിൽ പെടുകയോ അല്ലെങ്കിൽ നമ്മളതിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പല്ലി അതിൻ്റെ വാലിങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോകുന്ന, അല്ലെങ്കിൽ മുറിച്ച് ഓടിപ്പോകുന്നൊരു കാഴ്ച കാണാറുണ്ട്. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, അതിൻ്റെ തല സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് അതിൻ്റെ വാലിനെ അതങ്ങോട്ട് ഉപേക്ഷിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ചില കാര്യങ്ങൾ ഈ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തിനാണ്? ഈ തല സംരക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ജീവൻ സംരക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് പലതും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു വ്യക്തി ഉപേക്ഷിക്കേണ്ട ഒരു മിനിമം ഒരു 5 കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ്. 5P എന്നൊക്കെ വേണം വിശേഷിപ്പിക്കാം. 5P. ഒരാൾ അയാളുടെ ജീവിത ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും അല്ലെങ്കിൽ ഉപേക്ഷിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു 5P. ഒന്നാമത്തത് P ഫോർ പേഴ്സണാണ്. പേഴ്സൺസ്. ചില വ്യക്തികളെ നമ്മൾ ഉപേക്ഷിച്ചേ പറ്റൂ. നമുക്കൊരു കാര്യം നേടിയെടുക്കാനായിട്ട് വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് ഈ ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കുടുംബ ബന്ധങ്ങളാകട്ടെ, സൗഹൃദങ്ങളാകട്ടെ, പ്രണയ ബന്ധങ്ങളാകട്ടെ, മറ്റു കൂട്ടുകെട്ടുകളൊക്കെ ആകട്ടെ. പക്ഷെ എങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി ബന്ധങ്ങൾ ഒരു തടസ്സമാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ സാധാരണ പറയും, ഒരാളുടെ വീട് ഉപേക്ഷിക്കുക പ്രധാനപ്പെട്ടതാണ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ. ബുദ്ധൻ ഒരു ജ്ഞാനോദയം ലഭിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഭാര്യയായിട്ടുള്ള യശോദയെയും പുത്രനെയും കൊട്ടാരവും ഉപേക്ഷിച്ചിറങ്ങുകയാണ്. ഗാന്ധിയാകട്ടെ കസ്തൂർബയും മക്കളെയും ഉപേക്ഷിക്കുകയാണ്. ക്രിസ്തുവാകട്ടെ തൻ്റെ അമ്മയെയും ആ വീടും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ നാട് മുഴുവൻ പഠിപ്പിച്ച് നടന്നതായിട്ട് പറയുന്നത്. അപ്പം ബന്ധങ്ങളെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വ്യക്തികളെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു ജീവിത ലക്ഷ്യത്തിന്, സാക്ഷാത്കാരത്തിന് വളരെ പ്രത്യേകതയാണ്. അപ്പോൾ ചില വ്യക്തികൾ ചിലപ്പോഴൊക്കെ നമ്മുടെ തലയിലാകട്ടെ ഹൃദയത്തിലാകട്ടെ കയറി പറ്റിയവരായിരിക്കാം. ചിലവരുടെ ഫോൺ നമ്പറുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ സേവ്ഡ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ആക്കാനായിട്ട് പഠിക്കണം. ചില നമ്പറുകൾ ബ്ലോക്ക് ചെയ്യാനായിട്ട്, ചില മെസ്സേജുകൾ തിരിച്ച് റിപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട്, അതല്ലെങ്കിൽ ചില വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻറ്റ് കട്ട് ചെയ്യാനായിട്ട് ഒരു പേഴ്സൺസ്. രണ്ടാമതായിട്ട് പറയുന്നത് ഈ ഒരു പ്ലേസസ് ആണ്. ചില സ്ഥലങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചേ പറ്റും. ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു കുലീനതയോടെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ചില സ്ഥലങ്ങൾ എനിക്ക് അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കാനും അത് ഉപേക്ഷിക്കാനായിട്ടും പറ്റുക എന്നുള്ളതാണ് ഒരു ജീവിതക്രമത്തിന് കുറേയും കൂടി നല്ലത്. സാധാരണ ബൈബിളിൽ പറയുന്ന 2 ചോദ്യങ്ങളില്ലേ, ദൈവം ആദമിൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, വേറെ അറിയും നീ എവിടെയാണ്, നീ എവിടെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ നീ ആയിരിക്കുന്ന സ്ഥലം എവിടെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിൻ്റെ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കുന്ന കാര്യമാണ്. ഒരിക്കലും ഒരു അൾത്താര സംഘപാലകനെ അത്ര കാണാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ കിടന്ന് ഇങ്ങനെ വല്ലാതെ ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുന്ന സംഭവമാണ്. കാരണം ആ സ്ഥലത്ത് അവനെ കാണാൻ പാടില്ല, ചെറുപ്പം കുട്ടിയാണ് അവൻ. അപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ അബ്രാഹത്തിനെ ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ജന്മദേശമായ ഊറ് വിട്ടുകൊണ്ടാണ്, ഹരാൻ വിട്ടുകൊണ്ടാണ് അവൻ കാനാൻ ദേശത്തേക്ക് യാത്രയാകുന്നത്. അപ്പോൾ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ വിജയം നേടിയെടുക്കാനായിട്ട് ചില സ്ഥലങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നേ പറ്റും.
അതങ്ങനെയാണ്. ഈ P4 ഈ പറയുന്ന പ്ലേസസ് എന്ന് പറയുന്ന ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓർക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലവുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡായി പോയിട്ടുണ്ടോ? നമ്മുടെ ഒരു കേരളത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് നമുക്കറിയാം, ഈ പുറപ്പെട്ടു പോകുക എന്നൊക്കെ പറയുന്നൊരു രീതിയുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അയൽപക്കത്തെ ചേട്ടൻ എവിടെ പോയി? ആൾ പുറപ്പെട്ടു പോയി. എവിടേക്ക് പോയി? ആൾ അദ്ദേഹത്തിൻ്റെ ജനിച്ച വീടും നാടും വിട്ട് മറ്റെവിടേക്ക് പോയേക്കാണ്. എന്താ ലക്ഷ്യം? ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു നന്നായിട്ട് തിരിച്ചു വരിക, മറ്റൊരു ദേശത്ത് പോവുക, ജോലി ചെയ്യുക, കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പാടാവുക. അപ്പോൾ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം തന്നെയാണ് ഈ നാടും വീടും ഉപേക്ഷിച്ച് പോവുക എന്നൊക്കെ പറയുന്നത്. ചിലർ സന്യാസം ജീവിതത്തിന് വേണ്ടി പോകുന്നു, കാശിക്ക് പോകുന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കുറേയും കൂടി കുലീനമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയും ജീവിതശൈലിക്കും വേണ്ടിയിട്ട് ഈ പ്ലേസസുകൾ നമ്മൾ ഉപേക്ഷിച്ചേ പറ്റൂ. ജന്മനാടോ വീടോ ബന്ധങ്ങളോ നമ്മൾ ഉപേക്ഷിച്ചേ പറ്റൂ. മൂന്നാമതായിട്ടുള്ളതാണ്, മൂന്നാമത്തെ P എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് ചില പൊസിഷൻ എന്ന് പറയും. പൊസിഷൻ, സ്ഥാനങ്ങൾ. നമ്മുടെ എല്ലാവരുടെയും ക്യാരക്ടറിൻ്റെ പ്രത്യേകതയാണ്, നമ്മൾ പല പൊസിഷനുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ട് പോകുന്ന ഒരു അപകടമുണ്ട്. സാധാരണ രാഷ്ട്രീയക്കാരെ കുറിച്ചൊക്കെയാണ് അത് പറയുക. അവർക്ക് ഈ കസേരയോട് ഭയങ്കര അമിതമായിട്ടുള്ള, മന്ത്രി കസേരയോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനമാനങ്ങളോടോ ഒക്കെ അമിതമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണെന്നൊക്കെ പറയും. അത് രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല, അത് എല്ലാ മനുഷ്യരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് കിട്ടാവുന്ന ഒരു പൊസിഷനെ നമ്മളിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും, സ്ഥാനമാനങ്ങളെ. പക്ഷെ ഇത് കുലീനമായിട്ട് ജീവിക്കാനായിട്ടും കുറേയും കൂടിയും ഒക്കെ ഒരു നോബിൾ ക്യാരക്ടറായിട്ടുള്ള വ്യക്തികൾക്ക് ഈ പൊസിഷന് ഉപേക്ഷിക്കാനായിട്ട് പറ്റുക പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ 2004 ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ അന്ന് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ നേരുന്ന സമയമാണ്. എല്ലാവരും നാട് മുഴുവൻ കോടിക്കണക്കിന് ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സോണിയാഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തിത്വത്തെയാണ്. പുള്ളിക്കാരത്തിയാണ് അന്ന് പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതും ഏറ്റവും പ്രാപ്തിയായിട്ടുള്ള ക്യാരക്ടർ. എന്നിട്ടും ആ സ്ത്രീ ആ സമയത്ത് സ്വയം മാറി നിന്നുകൊണ്ട് ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയെ സജസ്റ്റ് ചെയ്യുകയും അദ്ദേഹം പിന്നീട് പ്രധാനമന്ത്രിയാവുകയും ഒരു 10 വർഷത്തോളം ഇന്ത്യ ഭരിക്കുകയും ചെയ്യുകയാണ്. അത് ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകതയാണ്. തനിക്ക് കിട്ടാമായിരുന്ന ഒരു സ്ഥാനത്തെ വളരെ കുലീനമായിട്ട് ആ സ്ത്രീ മാറി നിൽക്കുകയും മറ്റൊരു വ്യക്തിക്ക് ആ സ്ഥാനം വെച്ച് കൈമാറുകയും ചെയ്യുന്നത്. അതൊരു ശ്രേഷ്ഠതയുടെ പ്രത്യേകതയാണ്, ക്യാരക്ടറിൻ്റെ പ്രത്യേകതയാണ്. നമുക്കറിയാം, 2013 ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനമൊഴിയുകയും ഫ്രാൻസിസ് മാർപ്പാപ്പ അവരോധിക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സഭ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ഒരു ദൈവശാസ്ത്രജ്ഞനാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ കാർഡിനൽ റാറ്റ്സിംഗർ ആയിരുന്ന കാലം മുതലേ സഭയുടെ വളർച്ചയ്ക്കും ഉന്മേഷത്തിനും വളരെ സഹായകരമായിട്ടുണ്ട്. എന്നിട്ടും താനായിരിക്കുന്ന കാലഘട്ടത്തിൽ സഭയെ നയിക്കുവാനായിട്ട് യോഗ്യനല്ല എന്ന് സ്വയം ഏറ്റുപറഞ്ഞുകൊണ്ട് സ്ഥാനമൊഴിയുകയാണ് വ്യക്തി. സ്ഥാനമൊഴിയുകയാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ. ആ ഒരു പൊസിഷൻ, അത്രയും ലോകത്തിലുള്ള കോടിക്കണക്കിന് ക്രൈസ്തവരുടെ ആത്മീയ ആചാര്യ നേതാവ് എന്നുള്ള ആ സ്ഥാനത്ത് നിന്നും വളരെ കുലീനമായിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. തൻ്റെ പിൻഗാമിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, ലോകത്തിലുള്ള സകല ക്രൈസ്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. ഇതാണ് ഒരു വ്യക്തിയുടെ ശ്രേഷ്ഠത എന്നൊക്കെ പറയുന്നത്. തനിക്ക് ഉണ്ടായിരുന്ന, സ്വന്തമാക്കാമായിരുന്ന ചില സ്ഥാനങ്ങളിൽ നിന്നും ചില കസേരകളിൽ നിന്നൊക്കെ ബോധപൂർവം മാറി നിൽക്കാനായിട്ടുള്ള ഒരു കുലീനത, ശ്രേഷ്ഠമായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ നല്ല ഒരു ലക്ഷ്യത്തിന് വേണ്ടി, ഉദാത്തമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യമാണ്. നാലാമത്തതായിട്ട് പറയുക, ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ചില ഉപേക്ഷയുടെ കാര്യമെന്ന് പറയുന്നത് ഈ പൊസഷൻസാണ്. പൊസഷൻസ് എന്താണ്? പൊസഷൻസ് നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതം ചില വസ്തുക്കളുമായിട്ട് ഇങ്ങനെ അറ്റാച്ച്ഡാണ്. കേരളത്തിൻ്റെ ഒരു കൾച്ചറിൽ നമുക്കറിയാം, ഈ നാട്ടുമ്പുറങ്ങളിലുള്ള എല്ലാ തർക്കത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വത്ത് തർക്കമാണ്. 2 സെൻറ്റ് ഭൂമിക്കോ അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഭൂമിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവകകൾക്കോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു തർക്കമാണ്. പക്ഷെ മനുഷ്യന്മാരെല്ലാവരും ഇങ്ങനെ വളരെ അൾട്ടിമേറ്റ്ലി പൊസസ്ഡാണ് ചില കാര്യങ്ങളോട്, ചില സാധനങ്ങളോട്. അതിനെ മാറ്റിക്കളയാനായിട്ടോ ഉപേക്ഷിക്കാനായിട്ടോ വേണ്ടാന്ന് വെക്കാനായിട്ടോ അത്ര എളുപ്പമല്ല. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, മൈനസ് സെമിനാറിൽ ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഈ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ് വരുന്ന 10, 30, 40 കുട്ടികളാണ് ഈ സെമിനാറിലുള്ളത്. അപ്പോൾ ഈ ചെറുപ്പക്കാരെ, ഈ കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ നിന്നും പല സാധനങ്ങളും നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ചിലവരുടെ കയ്യിൽ നിന്ന് ഈ എന്താ പറയുക, ഇത്തിരി അവരുടെ പേരൻസ് കൊടുത്തയച്ച നല്ല ഭംഗിയുള്ള പുസ്തകങ്ങളും അതല്ലെങ്കിൽ ഈ പേനകൾ, പെൻസിലുകൾ, മിഠായി, വാച്ച്, ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെക്ടറേഴ്സിന് ഒരു ദിവസം ഒരു മിന്നൽ പരിശോധന നടത്തുകയാണ്. എല്ലാ കുട്ടികളെയും സ്റ്റഡി ഹാളിലേക്ക് വിളിച്ചു വരുത്തുകയും എന്നിട്ട് ഏതാനും ചിലർ മാത്രം പോയി എല്ലാ സ്റ്റുഡൻസിൻ്റെയും ബാഗ് പരിശോധിക്കുകയാണ്. പരിശോധിച്ച് വരുമ്പോൾ എന്താണ് കാണുന്നത്?
ഒരു പയ്യൻ്റെ കയ്യിൽ അവൻ്റെ ബോക്സ് പെട്ടി തുറക്കുമ്പോൾ ഏതാണ്ട് ഒരു ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് പോലെയാണ്. ഈ നഷ്ടപ്പെട്ട് പോയ എല്ലാ സാധനങ്ങളും ഇവൻ അവൻ്റെ ബോക്സിൽ ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുക. ചിലവരുടെ ഒരു സ്വഭാവത്തിൻ്റെയാണ്. ഇവനിങ്ങനെ അടിച്ചു മാറ്റി അല്ലെങ്കിൽ വീണ് കിടക്കുന്നത് നിലത്ത് കിടക്കുന്നതൊക്കെ ഇങ്ങനെ വാച്ചാകട്ടെ പെൻസിലാകട്ടെ ഇതാകട്ടെ അതിന് അവൻ എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു ഉപയോഗവുമില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു ഉപയോഗമില്ലെങ്കിൽ പോലും ചില കാര്യങ്ങളോട് നമ്മളിങ്ങനെ ഓവർ അറ്റാച്ച്ഡ് ആകുന്നു. ഈ പറയുന്ന ചില വസ്തുക്കൾ, ചില 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 ഭൂമിയാകട്ടെ സമ്പത്താകട്ടെ ധനമാകട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ ഓവർ അഡിക്റ്റഡ് ആയിട്ട് മാറുന്നു എന്നുള്ളൊരു പ്രശ്നം സ്വാഭാവികമായിട്ട് നമ്മളെ ഉണ്ട്. അപ്പോൾ കുലീനമായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു പൊസഷൻ നമ്മളൊന്ന് മാറ്റിക്കളയുന്നത് നല്ലതാണ്. ഈ അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ പ്രശ്നമാണ്. അബ്രാഹവും ധനവാനാണ്, ലോത്തും ധനവാനാണ്. പക്ഷെ എങ്കിലും അവരുടെ ആട്ടിടയന്മാർ തമ്മിൽ അല്ലെങ്കിൽ ജോലിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാകുമ്പോൾ അബ്രാഹം എടുക്കുന്ന ഒരു ബോൾഡായിട്ടുള്ള ഡിസിഷനാണ്. അദ്ദേഹം പറയുന്നത്, ഒരു വലിയ ഭൂമി, വിശാലമായ ഭൂമിയുടെ മുമ്പിൽ രണ്ടുപേരും നിൽക്കുന്നു. അബ്രാഹം പറയുന്നു ലോത്തിനോട്, നിനക്ക് എന്താണ് ആവശ്യം? നീ വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം, അതല്ല നിനക്ക് ഇടത്താണെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. ഇത് വളരെ കുലീനമായിട്ടുള്ള ഒരു ഡിസിഷനാണ്. അതായത് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് താല്പര്യമുള്ളത് എന്തോ അത് അവന് വിട്ടുകൊടുക്കാനായിട്ട്, അതെനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ കൂടിയും ആ പൊസഷൻസ് അവന് വിട്ടുകൊടുക്കാനായിട്ട് പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ ഓവർ അറ്റാച്ച്ഡ് ആണ് എന്തെങ്കിലുമൊക്കെ വസ്തുക്കളോട്. അത് ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യം അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ തന്നെയാണ് അഞ്ചാമത്തേതായിട്ട് ഉപേക്ഷിക്കേണ്ട ഒരു കാര്യം പി ആയിട്ട് പറയുക, നമ്മുടെ പ്രിഫറൻസാണ്. നമ്മുടെ പ്രിഫറൻസ്, നമ്മുടെ മുൻഗണനകൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റീസ് എന്നൊക്കെ പറയും. നമ്മുടെ പ്രയോറിറ്റീസിനോ നമ്മുടെ പ്രിഫറൻസിനോ എന്ത് വേണമെങ്കിൽ പറയാം. നമ്മുടെ ചില മുൻഗണനകളുണ്ട്. അത് ഓരോരുത്തർക്കും ചില ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. ചിലവർക്ക് കളിയായിരിക്കും ഇഷ്ടം, ചിലവർക്ക് യാത്രയായിരിക്കും ഇഷ്ടം, ചിലവർക്ക് പഠനമായിരിക്കും ഇഷ്ടം, ചിലവർക്ക് ഭക്ഷണമായിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഒക്കെ ക്യാരക്ടറിൽ ഈ ഒരു പ്രിഫറൻസ് ആൻഡ് പ്രയോറിറ്റീസ് ഡിഫറൻസ് ആയിട്ടിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും സ്വാഭാവികമായിട്ട്. ഈ ഒരു പ്രിഫറൻസിനെ, പ്രയോറിറ്റിയെ ഒന്ന് ഉപേക്ഷിക്കാനായിട്ട് പറ്റുക എന്നൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എല്ലാ മതങ്ങളിലുമുള്ള ഒരു ആത്മീയ ദർശനത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഉപേക്ഷ എന്ന് ഓർക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു നോമ്പ് കാലത്ത് ഭക്ഷണം ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഹൈന്ദവ മതത്തിലാകട്ടെ, ക്രൈസ്തവർക്കിടയിലാകട്ടെ, മുസ്ലിം സഹോദരങ്ങൾക്കിടയിലൊക്കെ ആകട്ടെ, അതൊക്കെ ഉണ്ട്. അത് ഈ പ്രിഫറൻസിൻ്റെയും പ്രയോറിറ്റിയും മാറ്റി നിർത്തുന്നതിൻ്റെയും കൂടി ഭാഗമാണ്. അടുത്ത കാലത്ത് ജീസസ് യൂത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ചായയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമാണ്. അതൊരു ചെറുപ്പക്കാരൻ ഒരു ചായ നോമ്പ് കാലത്ത് ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടോ അവനത് വളരെ എളുപ്പമായിട്ട് നടക്കുമെന്ന് വിചാരിച്ചാൽ പോലും കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ ഇവരെല്ലാവരും ചായ കുടിക്കുന്നു, ഇവന് ചായ കുടിക്കാൻ പറ്റുന്നില്ല. അവൻ അതിൽ കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറയുന്ന ഒരു നിസ്സാര ചായ പോലും നിരന്തരമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മുടെ പ്രയോറിറ്റീസ് അങ്ങനെയാണ്. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാറുണ്ട്, നമ്മളെല്ലാവരും വളരെ ഡിജിറ്റൽ അഡിക്ഷൻ്റെ ഭാഗമാണ്. ഡിജിറ്റൽ അഡിക്ഷൻ അത് ചിലപ്പോൾ കമ്പ്യൂട്ടർ ആകാം, മൊബൈലാകാം, വാട്സപ്പ് ആകാം, ഫേസ്ബുക്ക് ആകാം, ട്വിറ്ററോ മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. ഇത് ഈ ഒരു പ്രയോറിറ്റീസ്, ഈ ഒരു പ്രിഫറൻസ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുലീനമായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു അപകടം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഔന്നത്യത്തിലേക്ക് ഉണരുവാനായിട്ട് അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് വളരുവാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. പണ്ട് കേട്ട ഒരു കൊച്ചു കഥയുണ്ടല്ലോ. അതായത് ഒരു ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ പഠിപ്പിക്കാനായിട്ട് വരുന്നു. ഈ അധ്യാപകൻ പഠിപ്പിക്കാനായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേകത വെച്ചാൽ, ഈ അധ്യാപകൻ്റെ ക്ലാസ്സിലേക്ക് മാത്രം ഒരു സ്റ്റിഞ്ചി സ്മെല്ല് കുട്ടികൾക്കൊക്കെ ഫീൽ ചെയ്യണം. അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്നു, പഠിപ്പിക്കാൻ വരുമ്പോൾ ഒരു മോശമായിട്ടുള്ളൊരു സ്മെല്ല് ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നു. അവർ ഇങ്ങനെ അതിശയത്തോടുകൂടി എന്താണ് ഇങ്ങനെ ഈ അധ്യാപകൻ വരുമ്പോൾ മാത്രം ഇങ്ങനെ ഒരു തോന്നലൊക്കെ വരുന്നു. അങ്ങനെ കൂട്ടത്തിൽ ഒരുത്തൻ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നു, ഈ അധ്യാപകത്തിൻ്റെ ഈ സോക്സാണ് ഈ പ്രശ്ന കാരണം. അധ്യാപകൻ ഇട്ട് വരുന്ന സോക്സിൽ നിന്നാണ് ഈ ഒരു സ്റ്റിഞ്ചി സ്മെല്ല് വരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് ചേർന്ന് അധ്യാപകൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നു. സാർ, താങ്കളുടെ സോക്സിൽ നിന്നാണ് ഈ ഒരു മോശപ്പെട്ട സ്മെല്ല് വരുന്നത്, അപ്പോൾ ദയവ് ചെയ്ത് അത് മാറ്റണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ അധ്യാപകനൊരു അത് ആദ്യം തർക്കിച്ച് നിന്നെങ്കിലും പിന്നീട് അദ്ദേഹം അത് മാറ്റാനായിട്ട് തയ്യാറാകുന്ന കുട്ടികളുടെ നിർദ്ദേശപ്രകാരം വീണ്ടും ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം അധ്യാപകൻ വീണ്ടും ക്ലാസ്സിലേക്ക് വരുമ്പോഴും ഇതേ സ്റ്റിഞ്ചി സ്മെല്ലാണ് ക്ലാസ് റൂമിൽ. അപ്പോൾ വീണ്ടും കുട്ടികൾക്ക് അതിശയായി, ഇതെന്താണ് ഇങ്ങനെ? അപ്പോൾ അധ്യാപകൻ പറയും, നോക്കൂ, ഈ എൻ്റെ സോക്സ് ഞാൻ മാറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ സോക്സൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഈ പാൻസൊക്കെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട്.
അപ്പോൾ കുട്ടികളിങ്ങനെ അതിശയത്തോട് നോക്കുമ്പോൾ ഈ അധ്യാപകൻ പറയുന്ന കാര്യം ഇതാണ്, എനിക്കറിയാം ഞാൻ സോക്സ് മാറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഴയ സോക്സ് എൻ്റെ പോക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ പഴയ സോക്സ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എൻ്റെ പഴയ സോക്സ് ഉപേക്ഷിച്ചു എന്നും പുതിയതായിട്ട് വന്നേക്കണേന്നും. ഏതാണ്ട് ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ ഉപേക്ഷയുടെ അളവുകോലെന്ന് പറയുന്നത്. നമ്മൾ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോഴും പലതും നമ്മുടെ ഈ പോക്കറ്റിൽ തിരികെ വെച്ചിരിക്കുന്ന സോക്സ് പോലെയാണ്. ഒന്നും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല, നമ്മൾ പരിശീലിച്ചിട്ടില്ല, അതിന് നമുക്ക് കഴിയുന്നുമില്ല. നമ്മളൊക്കെ തൽക്കാലത്തേക്കുള്ള ഒരു മാറ്റി നിർത്തൽ മാത്രമാണ്. ഒരു നോമ്പുകാലം വരുന്നു, അത് 25 ദിവസത്തേക്ക് നമ്മൾ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ ഒരു 50 ദിവസത്തേക്ക് നമ്മൾ മാറ്റി നിർത്തുന്നു. ഈ 25 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 50 ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും പഴയപടിയാകുന്നു. ഉപേക്ഷിച്ചു എന്ന് പറയുന്ന അത് ശീലങ്ങളാകട്ടെ, ദുശീലങ്ങളാകട്ടെ, ചില പതിവുകളാകട്ടെ, അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കത്തക്ക രീതിയിലുള്ള ആത്മീയതയ്ക്ക് വളരുവാനായിട്ട് പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സങ്കടം. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വളരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുവരെ പറയുന്ന കാര്യങ്ങളെ ഒന്ന് ചുരുക്കി പറയാമെന്ന് വിചാരിക്കുന്നു. 3 കാര്യങ്ങളാണ് ഒരു കുലീനമായ ശ്രേഷ്ഠമായ ജീവിതത്തിന് നമ്മളെ സഹായിക്കേണ്ടതായിട്ട് വരുന്നത്. ഒന്ന്, എത്രമാത്രം നീ സ്നേഹിച്ചു, ഒരാളെ എത്രത്തോളം ഡീപ്പായിട്ട് നിനക്ക് സ്നേഹിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്, അത് നിൻ്റെ ജീവിതത്തിൻ്റെ കുലീനത നിർണ്ണയിക്കുന്നു. രണ്ടാമത്തത്, നീ എത്ര ഗൗരവത്തോടു കൂടി നിൻ്റെ ജീവിതത്തെ നീ എടുത്തു, സീരിയസ് ആയിട്ട് നിൻ്റെ ജീവിതത്തെ എടുത്തു, കുലീനമായിട്ട് നീ ജീവിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഈ ഉപേക്ഷയുടെ നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ എത്ര നിർമ്മമതയോടുകൂടി നീ ഉപേക്ഷിച്ചുവോ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആ ഉപേക്ഷയുടെ 5 സ്റ്റെപ്പുകളെ, 5 Pകളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായിട്ട് പറയുന്നത്, ചില പേഴ്സണെ നമ്മൾ ഉപേക്ഷിച്ചേ പറ്റൂ, എത്രത്തോളം അറ്റാച്ച്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും. രണ്ടാമത്തത്, ചില പ്ലേസുകളാണ്, ചില സ്ഥലങ്ങളോട് അമിതമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. സ്ഥലം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ചില വാട്സപ്പ് ഗ്രൂപ്പുകളാകാം, ചില യൂട്യൂബ് ചാനലുകളാകാം, ചില ഓൺലൈൻ സൈറ്റുകളാകാം, അതൊപ്പം തന്നെ ചില വെർച്വൽ പ്ലേസുകളാകാം. അത് ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്ലേസ് മാത്രമായിരിക്കില്ല. ചില വെർച്വൽ പ്ലേസിനോട് പോലും നമ്മൾ അമിതമായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ അതിൽ നിന്നും ഒരു ഉപേക്ഷ അല്ലെങ്കിൽ ഒരു മോചനം വളരെ പ്രത്യേകതയാണ്. മൂന്നാമതായിട്ട് ഒരു പൊസിഷനാണ്. ചില സ്ഥാനമാനങ്ങളോടും ചില കസേരകളോടും അല്ലെങ്കിൽ ചില അതൊരു കുടുംബ യൂണിറ്റ് പ്രസിഡന്റ് ഒരു ഇടവേളയിലുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് ഒരു വിലയും അമിതമായ ഒരു അട്രാക്ഷനുമാണ്. അപ്പം അങ്ങനെയുള്ള എത്ര നിസ്സാര കാര്യങ്ങളാകട്ടെ, ആ സ്ഥാനത്തോട് കാണിക്കുന്ന അല്ലെങ്കിൽ അത് നേടിയെടുക്കാനായിട്ട് ഞാൻ കാണിക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന രീതി, അതിൽ നിന്നൊക്കെ ഒന്ന് വാശി പിടിക്കാതെ മാറി നിൽക്കാനായിട്ടും ഒന്ന് വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു ആർജവത്വം ഉണ്ടാവുക. നാലാമത്തത്, ചില പൊസഷൻസാണ്. നമുക്ക് അറിഞ്ഞോ അറിയാതെയോ അമിതമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്ന ചില ആഗ്രഹങ്ങളെ, ചില വസ്തുക്കളോടുള്ള ഇഷ്ടങ്ങളെ. അത് ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ആപ്പിൾ കൊടുത്ത കഥ കേട്ടിട്ടുണ്ട്. അത് ആപ്പിൾ ഇങ്ങനെയാണ്, കുട്ടിക്ക് ഒരു ആപ്പിൾ കൊടുത്തു, അവന് സന്തോഷമായി, അവനത് പിടിച്ചു വെച്ചു. രണ്ടാമത്തെ ആപ്പിൾ കൊടുത്തു, അപ്പോൾ ഇടത്തെ കയ്യിൽ അവൻ അതും പിടിച്ചു വെച്ചു. മൂന്നാമതൊരു ആപ്പിൾ കൊടുത്തു, അപ്പോൾ അവൻ ഈ മൂന്നാമത്തെ ആപ്പിൾ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ മുറുക്കി പിടിക്കുകയാണ്. നാലാമതൊരു ആപ്പിൾ കൂടി കൊടുത്തു, അവൻ ഈ നാലാമത്തെ ആപ്പിൾ ഇങ്ങനെ 2 കൈയും ഓരോക്കെ ചേർത്ത് പിടിക്കുന്നു. അഞ്ചാമതൊരു ആപ്പിൾ കൂടി കൊടുക്കുമ്പോൾ അത് അവന് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് വീണ് പോവുകയാണ്. അതോടുകൂടി കുട്ടി കരയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈ പൊസഷൻസ് അമിതമായാലും ഒരു തരം ഇറിറ്റേഷനും സങ്കടവുമാണ് നമുക്ക് വരിക. അതിന് വിട്ടുകൊടുക്കുക, പങ്കുവെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പൊസഷൻസിനെ ഒന്ന് ഉപേക്ഷിക്കാനായിട്ട്, മാന്യമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് പറ്റുക. അഞ്ചാമതായിട്ട് നമ്മുടെ പ്രിഫറൻസ് അഥവാ പ്രയോറിറ്റീസ് അത് ഏതൊക്കെയാണ് എന്നൊന്ന് കണ്ടെത്തുക. ആ കണ്ടെത്തലുകളെ ഒരു ഗൗരവമായൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ചില ഇഷ്ടങ്ങളെ, താല്പര്യങ്ങളെ ഞാൻ ഉപേക്ഷിക്കാനായിട്ട് പറ്റുക. ഈ എല്ലാം ഉപേക്ഷിച്ചെന്ന് പറയുമ്പോഴും ഓർക്കേണ്ട കാര്യം, ഞാൻ ഉപേക്ഷിച്ചതിനൊക്കെ പൂർണ്ണമായിട്ട് എനിക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ, അതോ പലപ്പോഴും ഞാനിങ്ങനെ മറച്ചു പിടിച്ച് താൽക്കാലികമായിട്ടുള്ള ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി നിർത്തുന്ന ഒരു ജീവിത ശൈലിയാണോ ഞാൻ ഫോളോ ചെയ്തു വരുന്നത്. തീർച്ചയായിട്ടും ഗൗരവപരമായിട്ട് ജീവിതത്തെ എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, ആ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ ഉപേക്ഷിക്കേണ്ടതെല്ലാം കംപ്ലീറ്റ് നോ പറയാനായിട്ട്, എന്നിട്ട് ആ ഒരു ഫോക്കസ് ആ ലക്ഷ്യത്തിലേക്ക് നേടിയെടുക്കാനായിട്ട്, അതിന് വേണ്ടിയിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.